എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് എടുക്കാനല്ല വന്നിരിക്കുന്നത്, അതിലും ഉപയോഗപ്രദമായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. കുറച്ച് മോട്ടിവേഷൻ തരിക. അതുമാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വിഷയങ്ങളാണല്ലോ ഇംഗ്ലീഷും മാത്സും. അപ്പോൾ ഇംഗ്ലീഷും മാത്സും ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്ത് ചെയ്യണം, എത്രമാത്രമാണ് അതിൻ്റെ വെയിറ്റേജ്, ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനും വിശാഖ സാറോട് എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഒരു ഗ്ലാമറസ് പോസ്റ്റുകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും രഞ്ജിത്ത് സാർ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ്, കണക്ക് കൂടാതെ അല്ലെങ്കിൽ ഇത് പഠിക്കാതെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ വെയിറ്റേജ് തന്നെയാണ്. അപ്പോൾ അതിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് രണ്ട് വാക്കുകൾ സാർ സംസാരിക്കട്ടെ. ഓക്കെ, നമുക്കെല്ലാം അറിയാം ഇംഗ്ലീഷിന് 20 മാർക്കാണ് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക്. അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയാലും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആയാലും SIക്കായാലും ഏത് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്കായാലും 20 മാർക്ക് ഇംഗ്ലീഷിനുണ്ട്. അതിൽ രണ്ടും ഈക്വലാണ്, ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഗ്രാമറിന് കൂടുതൽ വെയിറ്റേജും വൊക്കാബുലറിക്ക് കുറച്ച് മാർക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനല്ല, ഗ്രാമറിന് 10 മാർക്കും വൊക്കാബുലറിക്ക് 10 മാർക്കുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്രാമറിനോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് വൊക്കാബുലറി. പലരും ഗ്രാമർ പഠിക്കും, പല PSC കോച്ച് സെൻറ്ററിൽ ചെല്ലുമ്പോഴും ഗ്രാമർ ആദ്യം അങ്ങ് പഠിപ്പിക്കും. വൊക്കാബുലറിയുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല, അത് മണ്ടത്തരമാണ്. വൊക്കാബുലറി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ആദ്യം എനിക്ക് പറയാനുള്ളത് വൊക്കാബുലറിയെക്കുറിച്ചാണ്. നമുക്കറിയാം കൃത്യമായ സിലബസ് ഉണ്ട്, 12-11 ടോപ്പിക്കാണെന്ന് തോന്നുന്നു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ജെൻഡർ നൗൺ ഉണ്ട്, സിംഗുലർ പ്ലൂറൽ ഉണ്ട്, അതുപോലെ തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസ് ഉണ്ട്, ഫ്രേസ്ലോറസ് ഉണ്ട്, ഫോറിൻ ഫ്രേസസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെല്ലിംഗ് ഉണ്ട്. ഏറ്റവും നിലവാരമുള്ള ചോദ്യങ്ങളിനകത്ത് വരുന്ന ഈ സ്പെല്ലിംഗ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. അങ്ങനെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കും ATM അതിൻ്റെ ഫുൾ ഫോം എന്ത്, RDXൻ്റെ ഫുൾ ഫോം എന്ത്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ATMൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ATMൻ്റെ ഫുൾ ഫോം നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലത്തത് നമ്മൾ ഇമ്പോർട്ടൻസ്, പ്രോവർബ് ചോദിക്കാറുണ്ട്. ഇതെല്ലാം വൊക്കാബുലറി പാർട്സിനകത്താണ് വരുന്നത്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, സോ പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ കാര്യവും ഗ്രാമറിൻ്റെ കാര്യവും മാത്സിനെ കുറിച്ചും ആ വെയിറ്റേജും പറഞ്ഞതിന് ശേഷം തിരിച്ചു വരാം. മാത്സ് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു ബാലികേറാമല തന്നെയാണ്. പലരും വിളിച്ചും അല്ലെങ്കിൽ നേരിട്ടും പറയാറുള്ളതാണ്, സാർ മാത്സ് എല്ലാ പരീക്ഷകൾക്കും ഒരു കീറാമുട്ടിയാണെന്ന്. നിങ്ങൾക്കറിയാം, വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയുടെ പ്രിലിംസ് പരീക്ഷയിൽ 20 മാർക്ക് മാത്സ് ആണ്, 20 പ്രിലിംസിന്, ശേഷം 10 മാർക്ക് മെയിൻസിന്. അപ്പോൾ സാറേ 200 മാർക്ക് ടോട്ടൽ വെയിറ്റേജ് വരുമ്പം, അതായത് ടോട്ടൽ മാർക്ക് വരുമ്പം 20 + 10 മൊത്തത്തിൽ 200-ൽ 30 മാർക്ക് മാത്സ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്, 20 + 10 മൊത്തം 30 മാർക്കാണ്. അപ്പോൾ പ്രിലിംസും മെയിൻസും ആകുമ്പോൾ തന്നെ ഇംഗ്ലീഷും കണക്കൂടെ 60 മാർക്കായി. 20-ലെ 60 മാർക്ക് ഇംഗ്ലീഷും മാത്സും ആയി. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം ഏറെക്കുറെ സാറ് പറഞ്ഞതുപോലെ കണക്കും സിമിലറാണ്. നമ്മുടെ ഗ്രാമർ പറയുന്നത് പോലെ കണക്കിൽ പറയാൻ പറ്റുന്നതാണ് ലഘുഗണിതം അഥവാ സിമ്പിൾ അരിത്തമെറ്റിക്. ഇംഗ്ലീഷിലെ വൊക്കാബുലറി പോലെ തന്നെയാണ് നമ്മുടെ മെൻ്റൽ എബിലിറ്റി. നിങ്ങൾക്കറിയാം, മെൻ്റൽ എബിലിറ്റിക്കാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സമയം കൂടുതൽ കണ്ടെത്തുന്നതും അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്തുന്നതും അത് തെറ്റിക്കുന്നതും. അപ്പം ഈ എല്ലാവരും സിമ്പിൾ അരിത്തമെറ്റിക് മാത്രം പഠിക്കും, സാറ് പറഞ്ഞ പോലെ ഗ്രാമർ മാത്രം പഠിക്കുന്നു എന്ന് പറയുന്ന പോലെ സിമ്പിൾ അരിത്തമെറ്റിക് പഠിച്ചു വെച്ചിട്ട് ഈ നമ്മുടെ മാനസിക ശേഷി പരിശോധന അഥവാ മെൻ്റൽ എബിലിറ്റി അങ്ങ് വിട്ടുകളയാറാണ് പതിവ്. അത് ചെയ്യാൻ പറ്റും എന്നാണ് പലർക്കും ഒരു തോന്നൽ. സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സാറേ മാർക്ക് നഷ്ടമാകുന്ന മേഖല അതാണ്. പലരും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിൽ കൂടുതൽ, അതായത് പ്രീവിയസ് അടക്കം ഇന്ന് വരെ PSC നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളിലെയും മെൻ്റൽ എബിലിറ്റി അടക്കം നമ്മുടെ കോഴ്സിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൂടി അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പലർക്കും നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയത്തില്ല. അപ്പം അത് ഒന്ന് പറഞ്ഞു തരാനും നിങ്ങളുടെ കോഴ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിനുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കണക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കണക്ക് വെൽ സെറ്റിൽഡാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ അധ്യാപകർ തന്നെ നയിക്കുന്ന ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. കൂടുതലായിട്ട് രഞ്ജിത്ത് സാറ് പറഞ്ഞു തരും. ഓക്കെ, ഗ്രാമർ ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വിശാഖ് പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്ലാസ്സുകളും ഇതുപോലുള്ള കാര്യങ്ങളും ഒക്കെ മിസ്സാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പലർക്കും ഭയങ്കര മടിയാണ്, കണ്ട് അങ്ങ് പോവുകയാണ്. അത് പറ്റത്തില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഛേദമില്ലാത്തൊരു ഉപകാരമാണ്, ഒരുപാട് ചിലവില്ല, കുത്തുന്നതിന് ഒരു ചിലവൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യണം, നമുക്ക് വേണ്ടി അത് ചെയ്യണം.
അതുപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. പിന്നെ 1399 രൂപയ്ക്ക് 1300 1399 രൂപയ്ക്ക് 99 രൂപയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കിട്ടുന്നുണ്ട്. അത് റെക്കോർഡ് ക്ലാസ് ഒഴിച്ച് ബാക്കിയെല്ലാം. അത് ഒരുപാട് പേരത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ കോഴ്സ് അത്യാവശ്യമായിട്ട് ഞാനും വിശാഖും ഇപ്പം 40 മാർക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് 40 മാർക്ക് നമ്മളുണ്ട്. അതുപോലെയാണ് അതാണ് ഏറ്റവും കൂടുതൽ വരുന്ന മാർക്കെന്ന് പറഞ്ഞാൽ. പിന്നെ മലയാളം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിനെ വിശ്വസിക്കണം. കോഴ്സ് പർച്ചേസ് ചെയ്യണം. പലരും യൂട്യൂബ് മാത്രം കണ്ടങ്ങ് പോകുന്നുണ്ട്. അതല്ല, നിങ്ങൾ കോഴ്സിലേക്ക് വന്നാൽ, ആപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഗൈഡൻസ് തന്നെ അവിടെ കിട്ടും. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഇതുകൂടാതെ രാജേശ്വരി മിസ്സിൻ്റെ നേതൃത്വത്തിൽ ടീച്ചിങ് വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. കേറ്ററ്റിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്നത്. അതേപോലെ LP UP ഒരു ലോങ് ടൈം ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ച് ഞാൻ പറയാം. അതുപോലെ കമ്പനി ബോർഡ് LGS ഇപ്പം വിശാഖ് സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ടാണ് കോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. അതുപോലെ തന്നെ വിശാഖ് സാർ പറയും, നമ്മുടെ ഈ ന്യൂ ഇയർ പ്രമാണിച്ച്, ക്രിസ്മസ് ഇയർ എൻഡ് പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളുണ്ട്. പലരും കാത്തിരിക്കുന്നത് ഈ അവസാന നിമിഷത്തെ ഓഫറിന് വേണ്ടിയാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധിയുള്ള എല്ലാവരും പൈസ കുറച്ച് കിട്ടാൻ വേണ്ടി, കോഴ്സ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. അവർ തീർച്ചയായിട്ടും 10 കഴിഞ്ഞ്, അതായത് നമ്മുടെ ഇപ്പം 10 കഴിഞ്ഞിട്ടുണ്ട്, ഒരു 15 കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഓഫർ വരും. തീർച്ചയായിട്ടും ഈ മാസം തന്നെ പർച്ചേസ് ചെയ്തിരിക്കണം, എന്ത് സംഭവിച്ചാലും. അതാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പകുതി വിലയ്ക്കോ അല്ലെങ്കിൽ ആ ഓഫർ ഇതുവരെ വന്നിട്ടില്ല, ഉടനെ വരും. അതുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. പക്ഷേ പർച്ചേസ് ചെയ്യാൻ റെഡി ആയിട്ടിരുന്നോണം. എല്ലാവരും കോഴ്സ് പർച്ചേസ് ചെയ്യണം. ഇനി ഗ്രാമറിലേക്ക് വരാം. ഗ്രാമറിലേക്ക് വരുന്നതിന് മുമ്പ് വിശാഖ് സാറ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഗ്രാമറിലേക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും വരാം. ഒരുപാട് PSC ഉദ്യോഗാർത്ഥികൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന 2 പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന കമ്പനി ബോർഡ് LGSഉം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡും. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന 2 പോസ്റ്റുകളാണ് LGSഉം അസിസ്റ്റൻറ്റ് ഗ്രേഡും. 3000-ലധികം വേക്കൻസികളാണ് രണ്ടിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യക്ഷമമായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ ഉറപ്പായിട്ടും ഇത്തവണ ജോലിയിൽ എത്തിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഗൈഡൻസ് ആവശ്യമായി നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിലോട്ട് കടന്നു വരിക, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. സാറ് പറഞ്ഞ പോലെ ഈ വർഷാവസാനം, ഈ ഇയർ എൻഡിങ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും 40-50% വരെയാണ് ഓഫർ ഇടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ റേറ്റിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ 1399 ഒരു കോഴ്സാണെങ്കിൽ അതിൻ്റെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇനി മെൻറ്റർ സപ്പോർട്ടോട് കൂടിയ ബാച്ചാണെങ്കിൽ അതും വളരെ തുച്ഛമായ റേറ്റിൽ, മറ്റെങ്ങും കിട്ടാത്ത വളരെ ഗുണമേന്മയുള്ള ക്ലാസ്സുകളും തുച്ഛമായ റേറ്റിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക, കൂട്ടത്തിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതുവഴി എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓരോരോ മാർക്കുകളാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കുക, പരമാവധി നമ്മുടെ സോഴ്സുകൾ പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ടീച്ചിങ്ങിന് വേണ്ടിയും ജനറൽ PSCക്ക് വേണ്ടിയും ഇനി SSC RRB വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും ടെലിഗ്രാം ചാനലുകളുണ്ട്. അതിലൂടെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ്, നമ്മുടെ ക്ലാസ്സുകളുടെ ലിങ്കുകൾ, അതേപോലെ ഷോർട്സുകൾ, അതേപോലെ കൂടുതൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ്, നമ്മുടെ ഓഫറുകൾ, ഇതെല്ലാം തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളോട് എത്താൻ വേണ്ടി ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാകും. നിങ്ങൾക്കറിയാം, 100 മാർക്കിൽ 20 മാർക്ക് നിങ്ങൾ സേഫാണ് കണക്കിൻ്റെ കാര്യത്തിൽ കമ്പനി ബോർഡ് LGSൽ. കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ ഒരു മാസ് വേക്കൻസിയാണ് വരുന്നത്. തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരുപാട് കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത റിലേറ്റീവ്സ് ഏറ്റവും കൂടുതൽ ഈ അടുത്തിടയ്ക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ച ഒരു ഫീൽഡാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS. അപ്പോൾ നിങ്ങൾക്കും അത് സാധിക്കും. അവരെക്കാൾ ഒരുപാട് അക്കാഡമിക് ബ്രില്യൻസ് ഉള്ളവരായിരിക്കും നിങ്ങൾ. അപ്പോൾ അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്താ സാധിക്കാത്തത്? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡ് ലൈനായിട്ട് ഞങ്ങളോട് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും വലിയൊരു ഗൈഡൻസ് ആണെങ്കിൽ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആപ്പിൻ്റെ ഭാഗമാകൂ, കോഴ്സിൽ ജോയിൻ ചെയ്യണം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് കൂട്ടിച്ചേർക്കും. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ കുറിച്ച് പറയാം. അത് കഴിഞ്ഞ് സാറ് പറയും മാത്സിൻ്റെ. എത്ര ചോദ്യം ചെയ്താലും നല്ലതാണ്. 2000 മുതലുള്ള ക്വസ്റ്റ്യൻ ചെയ്താൽ അത്രയും നല്ലത്. പക്ഷേ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്. അത് 2000 മുതലുള്ളത് എന്തായാലും 2000 അല്ല 2020 മുതലുള്ളത് എന്തായാലും ചെയ്തിരിക്കണം. 2020 മുതൽ 2025 വരെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 2025ആണ്. കാരണം ഇംഗ്ലീഷിനെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് കടന്നുപോയൊരു വർഷമായിരുന്നു 2025. അതിനുവേണ്ടി അത് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഞാൻ ഈ ഡിഗ്രി ചാനൽ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിൽ ഒരു സീരീസ് ആരംഭിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ 2005 പ്രീവിയസ് ചോദ്യങ്ങൾ. അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അതേപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇഷ്ടമുള്ള ക്ലാസ്സുകളെല്ലാം.
അതിനുവേണ്ടിയാണ് ആ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാണണം. പ്രീവിയസ് ഇയർ ഒരു 2000 ചോദ്യങ്ങളെങ്കിലും നമ്മൾ ചെയ്തിട്ടേ പരീക്ഷയ്ക്ക് പോവുള്ളൂ. അതിന് നമുക്ക് നല്ലൊരു ബുക്കുണ്ട്. അതായത് ലളിതം പബ്ലിക്കേഷൻ്റെ 3500, 4500 പ്രീവിയസ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വാങ്ങിക്കണം. അത് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷിന് മാത്രമാണ്. അത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ഗ്രാമറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കാം. ഗ്രാമർ എന്ന് പറയുമ്പം എല്ലാം പഠിക്കണം. ആർട്ടിക്കിൾ 11, 12 ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. 10 തോന്നുന്നു. ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ ടാഗ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ഇഫ് ക്ലോസ്, ടെൻസസ് ഇൻ കണ്ടീഷനിലാണ് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ആക്റ്റീവ്, പാസീവ് വോയിസ്, റിപ്പോർട്ട് സ്പീച്ച്, പാർട്സ് ഓഫ് സ്പീച്ച് എല്ലാം പഠിക്കണം. കാരണം 10 മാർക്കിന് 10 മേഖലയിൽ ചോദിക്കുമ്പോൾ തന്നെ സിലബസ് കവർ ചെയ്യും. വൊക്കാബുലറി അതുപോലെയാണ്. അതുകൊണ്ട് ഒരെണ്ണം പോലും കളയാനില്ല. അപ്പോൾ ഡിഗ്രിക്കാർക്ക് വേണ്ടിയാണ് പ്രത്യേകം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മിഷൻ കാക്കി എന്ന് പറഞ്ഞ് പോലീസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഞങ്ങൾ പഠിപ്പിച്ച് ജോലി കിട്ടുന്നത് പോലീസുകാർക്കാണ്. കാരണം ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ആ മേഖലയിലേക്ക്. ഞങ്ങളുടെ വീട്ടിലെ ട്യൂഷനായാലും അങ്ങനെയായാലും എല്ലാവർക്കും ഓഫ്ലൈനിലായാലും ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾ ഈ LDC അതുപോലെ തന്നെ പോലീസുമാണ്. അതുകൊണ്ട് തന്നെ ഒരു രാശിയുള്ള കോഴ്സാണ്. ആ കോഴ്സ് ലീഡ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ 10, 20 മാർക്ക് അല്ലേ, 20 മാർക്ക് ഇംഗ്ലീഷുണ്ട്, ഇംഗ്ലീഷിനും മാത്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഗൈഡൻസ് ഉണ്ടായിരിക്കും, മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഗ്രാമറും മുഴുവൻ ഭാഗങ്ങളും പഠിച്ചെടുത്താൽ ഒരെണ്ണം പോലും വിടാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ പഠിക്കണം ഡീറ്റെയിൽ ആയിട്ട്. ആപ്പിൽ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചെടുത്താൽ ഇംഗ്ലീഷിൻ്റെ 20 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. മാത്സ് സാറ് പറയും, സാറ് തന്നെ ഇത് കൺക്ലൂഡ് ചെയ്യും. താങ്ക് യു. ശ്രീ, കൊടുത്തിരിക്കുന്ന സിലബസ് പ്രകാരം കണക്ക് ഒരു 12 മാർക്ക് നമ്മുടെ സിമ്പിൾ അരിത്തമെറ്റിക്കും, 13 ടോപ്പിക്ക് മെൻ്റൽ എബിലിറ്റിയുമാണ്. അപ്പം 12, 13, 25 ടോപ്പിക്കുകളാണ് മൊത്തം പഠിക്കാനുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ പലരും ചിന്തിക്കും ഇതെല്ലാം വളരെ സിമ്പിളായ ടോപ്പിക്കുകളാണ്, പഠിച്ചെടുക്കാമെന്ന്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PSC നടത്തിയ ചോദ്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ പരീക്ഷാ ചോദ്യ പേപ്പറുകൾ മാത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ടോപ്പ് ലെവൽ ചോദ്യങ്ങളാണ്, അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങളാണ്. എന്താണ് അഡ്വാൻസ് ലെവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSCയുടെ തലത്തിൽ നിന്ന് വിട്ട് കുറച്ച് SSC, RRB തലത്തിലെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം PSC മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപക്ഷേ അത് ആൻസർ ചെയ്യാൻ കഴിയുന്നില്ല സാറേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ച് അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങൾ അടക്കമാണ് നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആപ്പിൽ ഇത് ഇവർക്ക് കൊടുക്കുന്നത്. മാത്രമല്ല SSC, RRB കൂടെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇനി ചോദിക്കാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എവിടെ നിന്ന് ചോദ്യം വന്നു, അടുത്ത ചോദ്യം എവിടെ നിന്ന് വരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരുപക്ഷേ കഴിഞ്ഞ LGS വേരിയസിന് +1 പാഠഭാഗത്തിലെ സെറ്റ്സ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് വരെ ചോദ്യം വന്നു. 7ാം ക്ലാസ് നിലവാരമുള്ള പരീക്ഷയാണെന്ന് മനസ്സിലാക്കണം. അവിടുന്ന് +1 നിന്ന് അടക്കം ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊന്നും തന്നെ അതിന് താഴോട്ട് പോകാൻ ചാൻസ് ഇല്ലെന്ന് നിങ്ങൾക്കറിയാം. അതിന് മുകളിലോട്ടേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നു, അതെങ്ങനെ കണ്ടെത്തി പഠിക്കണം എന്ന് ആശയക്കുഴപ്പത്തിലായിരിക്കും നിങ്ങൾ. പക്ഷേ ഞങ്ങൾക്കതില്ല. എവിടെ നിന്ന് ഇനി അത് വരും, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഉദ്യോഗാർത്ഥിയെ അതിന് പരിശീലിപ്പിക്കാം എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാകൂ. തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ വിജയത്തിലെത്തിക്കും. ഇത്തവണ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടാകും, അത് നിങ്ങളാകും. അപ്പം ഇനി കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിളിച്ച് തിരക്കാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാകൂ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.